മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കേവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 119 സങ്കീർത്തനം 71 തിരുവചനം. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ ദൈവ പരിപാലന നമ്മോട് പങ്കുവെക്കുകയാണ്. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച തകർച്ചകളിലും ദുരിതങ്ങളിലും വേദനകളിലും പരാജയങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതകരമായ പദ്ധതി ദാവീദ് തിരിച്ചറിയുകയാണ്. ഈ ദൈവിക പദ്ധതിയിലൂടെ കർത്താവിൻ്റെ കൽപ്പനകൾ അറിയുവാനും തൻ്റെ ചട്ടങ്ങൾക്കനുസൃതമായി തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും തനിക്ക് കഴിഞ്ഞുവെന്ന് ദാവീദ് പരസ്യമായി നമ്മോട് പങ്കുവെക്കുകയാണ്. എത്ര അനുഗ്രഹീതമായ വചനമാണിത്. നമ്മുടെ ജീവിതങ്ങളിലും വിവിധങ്ങളായ തകർച്ചകളും പ്രതിസന്ധികളും പരാജയങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളെല്ലാം നമ്മൾ ഏറ്റുവാങ്ങുന്നവരാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ തകർച്ചകളിലും ദുരിതങ്ങളിലൂടെ കർത്താവിനെ കണ്ടുമുട്ടുവാനും അവിടുത്തെ സ്നേഹം അനുഭവിക്കുവാനും ദൈവത്തിന്റെ വചനങ്ങൾക്കനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്ക് സാധിക്കുകയാണ്. ഈ വചനം തരുന്ന വലിയ ഈ ഒരു വെളിപാടിൽ ഹൃദയം ഉറപ്പിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദുരിതങ്ങളിലും സങ്കടങ്ങളിലും പിറുപിറുത്തും പരാതി പറഞ്ഞും അസ്വസ്ഥരായും അസംതൃപ്തരായും നമ്മുടെ മേലുള്ള ദൈവനിയോഗത്തെ നമ്മൾ തട്ടിത്തെറിപ്പിക്കരുത്. കർത്താവിന്റെ പദ്ധതിയുടെ മുമ്പിൽ പൂർണ്ണമായി കീഴ്പ്പെട്ടുകൊണ്ട് ദുരിതങ്ങളിലുള്ള ദൈവത്തിന്റെ കരങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അവിടുത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് കഴിയണം. നമ്മളായിരിക്കുന്നിടത്ത് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ സംഭവിക്കുന്ന ദുരിതങ്ങളിലും സങ്കടങ്ങളിലും തകർച്ചകളിലും പരാജയങ്ങളിലും ദൈവമേ അത്ഭുതകരമായ കരം ദർശിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ തുറന്നു പിടിച്ച് ദുരിതങ്ങളിലും സങ്കടങ്ങളിലുമുള്ള ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞ് മനം തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങുന്ന സമയം, നമ്മുടെ ജീവിതങ്ങൾ ആത്മാവ് തൊടുന്ന സമയം, നമ്മുടെ തലമുറകളിലേക്കും നമ്മൾ നേരിടുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളിലേക്കും കർത്താവിന്റെ തേജസ്സ് ഇറങ്ങുന്ന സമയം. ഓ ജീസസ്, ആമേൻ ആമേൻ. കരങ്ങൾ തുറന്നു പിടിച്ച് എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? എന്നെ കൈവിടാത്തവൻ, ഒരിക്കലും കൈവിടാത്ത കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ.
ഈശോയേ, എന്തിനെന്ന് worship ചോദിക്കില്ല Lord. ഞാൻ, ഞങ്ങൾ ഒന്നിച്ച് അങ്ങേ ആരാധിക്കുന്ന എന്റെ കർത്താവേ. നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. ആമേൻ, ആമേൻ, ആമേൻ. എന്തിനെന്ന് Yes, ചോദിക്കില്ല yes, Lord. കർത്താവേ, ഞാൻ, കൃപ എന്റെ ചൊരിയണമേ. നന്മയ്ക്കാണെന്നറിയുന്നു ദൈവശക്തി ഇറങ്ങട്ടെ. ഞാൻ. കെട്ടുകൾ പൊട്ടട്ടെ. എന്തിനെന്ന് ചോദിക്കില്ല ദുരിതങ്ങൾ, തകർച്ചകൾ മൂലം ഞാൻ, എന്റെ വേദനയിലായിരിക്കുന്ന, നന്മയ്ക്കാണെന്നറിയുന്നു നിരാശയിലായിരിക്കുന്ന ഓരോ ജീവിതത്തിന് മേലും കർത്താവിന്റെ കരം പ്രബലപ്പെടട്ടെ. എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഇരുകരങ്ങളും ഉയർത്തി, ഞാൻ, എന്റെ ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ, നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ, പെരുവെള്ളത്തിന്റെ ഇരമ്പലോടെ എന്റെ ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നന്മയ്ക്കാണെന്നറിയുന്നു സഹോദരങ്ങളെ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു. യേശുവേ, വിളിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, അഭിഷേകം പകരണമേ. ഓരോ വ്യക്തി ജീവിതത്തിലേക്കും, കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, സമൂഹങ്ങളിലേക്ക് കർത്താവേ, അവിടുത്തെ അഭിഷേക കൃപകൾ വ്യാപരിക്കട്ടെ. Release. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കൃപയോടെ ഞങ്ങളെ താങ്ങണമേ. പരീക്ഷകളിൽ, വിവിധങ്ങളായ പരിശോധനകളിൽ, അകൽച്ചകളിൽ, നൊമ്പരങ്ങളിൽ, പരാജയങ്ങളിൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ലല്ല കർത്താവേ, ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമേ, ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. ഓരോ വ്യക്തിയിലേക്കും കർത്താവിന്റെ കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. Lord, release. നിങ്ങളുടെ സാന്നിധ്യം പകരണമേ. കർത്താവേ, അവിടുത്തെ ശക്തിയെ പകരണമേ. കർത്താവേ, അങ്ങയുടെ റൂഹായി ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. കർത്താവേ, പരിശുദ്ധ അമ്മ മാതാവേ, സഭയുടെ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശൗസേ പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും കർത്താവ് സന്ദർശിക്കുന്ന കൃപയുടെ സമയമാണിത്. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന തകർച്ചകളിലുള്ള ദൈവ പദ്ധതി. തകർച്ചകളിലുള്ള ദൈവ പദ്ധതി. പല വിധത്തിലുള്ള ദുരിതങ്ങളും സങ്കടങ്ങളും വേദനകളും പരാജയങ്ങളും അടിക്കടിക്കുണ്ടാകുന്ന വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലൊക്കെയുള്ള വിവിധങ്ങളായ തകർച്ചകൾ മൂലം വേദനിക്കുന്നവരും അസ്വസ്ഥപ്പെടുന്നവരുമാണ് നമ്മിൽ അധികം പേരും. എന്തുമാത്രം തകർച്ചകളാണ് ഇന്ന് ഒത്തിരിയേറെ ജീവിതങ്ങളെ സ്വാധീനിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ തകരുന്നു, ബിസിനസ് തകരുന്നു, ജോലിയിൽ തകർച്ച, സാമ്പത്തിക മേഖലകളിൽ തകർച്ച എന്നു വേണ്ട, തൊടുന്നത് മുഴുവൻ തകർച്ചയായി മാറുന്ന ആയിരക്കണക്കിന് ജീവിതങ്ങൾ നമ്മുടെ മധ്യയുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ അനുഭവിക്കുന്ന തകർച്ചകളിലുള്ള ദൈവ പദ്ധതി നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ ഒന്നും അവിചാരിതമായി യാദർച്ഛികമായി സംഭവിക്കുന്നില്ല. കർത്താവ് അറിയാതെയും കർത്താവ് അനുവദിക്കാതെയും ഒന്നും തന്നെ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് ഇതിനുള്ള ബന്ധത്തിൽ സഭയെ പഠിപ്പിക്കുന്ന മനോഹരമായൊരു വചനമുണ്ട്. നമുക്ക് സുപരിചിതമായ വചനമാണ്. റോമാക്കാർക്ക് ഇത് ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക്
അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത്? ഇത് നമുക്കുള്ള പരിശുദ്ധാത്മാവിൻ്റെ വചനമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, നാം ഓരോരുത്തരും കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ മേൽ കർത്താവിൻ്റെ പദ്ധതി നിയോഗമുണ്ട്. ഇപ്രകാരം വിളിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിൻ്റെ ജീവിതത്തിലും എല്ലാം നന്മയ്ക്കായി സംഭവിക്കുന്നത് മുഴുവൻ, അത് പോസിറ്റീവ് ആകട്ടെ നെഗറ്റീവ് ആകട്ടെ, തകർച്ചകളാകട്ടെ ഉയർച്ചകളാകട്ടെ, ദുരിതങ്ങളാകട്ടെ അനുഗ്രഹങ്ങളാകട്ടെ, എന്തുമാകട്ടെ, അതെല്ലാം നന്മയ്ക്കായി മാറ്റുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവെന്ന് പരിശുദ്ധ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഒത്തിരിയേറെ ആശ്വാസം തരുന്നൊരു വചനമാണിത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഭവിക്കുന്ന ആത്മീയവും മാനസികവും വൈകാരികവും ശാരീരികവും സാമ്പത്തികവുമായ ഏതു വിധേനയുള്ള തകർച്ചകളാകട്ടെ, ഈ തകർച്ചകളിലെല്ലാം ദൈവമായ കർത്താവിന് കൃത്യമായൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നമ്മുടെ നാശത്തിനുള്ളതല്ല, നമ്മുടെ ക്ഷേമത്തിനും നമ്മുടെ ഉയർച്ചയ്ക്കും നമ്മുടെ അനുഗ്രഹത്തിനുമായിട്ടുള്ള പദ്ധതിയാണെന്ന് ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് നമ്മോട് പ്രഖ്യാപിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 50-ാം അധ്യായം 20-ാം വചനത്തിൽ പൂർവ്വ ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്ന മനോഹരമായൊരു വചനം: നിങ്ങൾ എന്നോട് തിന്മ പ്രവർത്തിച്ചു, നിങ്ങൾ എനിക്ക് ഒരുപാട് തിന്മ ചെയ്തു, എന്നാൽ എൻ്റെ വിശ്വസ്തനായ കർത്താവ് ആ തിന്മകളെയെല്ലാം നന്മകളാക്കി മാറ്റി. ആ തിന്മകളെല്ലാം നന്മകളാക്കുകയാണ്. ഈ വചനം നമുക്ക് തരുന്ന വെളിപാടെന്താ? തിന്മയിൽ നിന്ന് പോലും നന്മയുളവാക്കാൻ കഴിയുന്നവനാണ് കർത്താവ്. എത്ര വലിയ പരാജയമാകട്ടെ, തകർച്ചകളാകട്ടെ, ദുരന്തങ്ങളും ദുരിതങ്ങളുമാകട്ടെ, ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുവാൻ, നമുക്ക് ആവശ്യമായ കൃപകൾ വർഷിക്കുവാൻ ശക്തനും മതിയായവനുമാണ് നമ്മുടെ കർത്താവെന്ന് ഈ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദിസ് ഈസ് എ വേർഡ് ഓഫ് ഗോഡ്. എൻ്റെ സഹോദര സഹോദരി, നിന്റെ ഹൃദയം കലങ്ങരുത്, നിന്റെ മനസ്സ് മുറിപ്പെട്ട് നൊമ്പരത്തിലായിരിക്കരുത്. നമുക്കുള്ള കർത്താവിൻ്റെ ആലോചനയാണിത്. നമ്മോടാണ് പരിശുദ്ധാത്മ സംവാദിക്കുന്നത്. എത്ര വലിയ തിന്മയിൽ നിന്നും നന്മയുള്ളവാക്കാൻ, അനുഗ്രഹങ്ങളെ കൊണ്ടുവരുവാൻ വിശ്വസ്തനായ ദൈവം, വിശ്വസ്തനായ ദൈവം. ഈ സന്ദേശത്തോട് ബന്ധപ്പെട്ട് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായത്തിലൂടെ നിങ്ങൾ വരണം. ഒരു കുടുംബത്തെ രക്ഷിക്കുവാൻ, ഒരു കുടുംബത്തെ വീണ്ടെടുക്കുവാൻ ദൈവം അനുവദിച്ച, ദൈവമായ കർത്താവ് പ്രവർത്തിച്ച സംഭവത്തെക്കുറിച്ച് ഈ തിരുവചനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 16-ന്റെ 25 മുതൽ 34 വരെയുള്ള വചനങ്ങളിൽ പൗലോസും സീലാസും ഫിലിപ്പി കാരാഗൃഹത്തിന്റെ ഉള്ളറയിൽ അടയ്ക്കപ്പെടുകയാണ്. കർത്താവിന്റെ വചനം പ്രഘോഷിച്ചതിന്റെ പേരിൽ ഫിലിപ്പി പട്ടണത്തിലുണ്ടായിരുന്ന അശുദ്ധാത്മ ബാധിച്ച ഒരു പെൺകുട്ടിയിൽ നിന്ന് ആ ഈവിൾ സ്പിരിറ്റിനെ പുറത്താക്കിയതിന് പേരിൽ പട്ടണം മുഴുവൻ പ്രക്ഷോഭിതമായി, അവർക്കെതിരെ ഇളകി, കഠോരമായ പീഡനങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു. അങ്ങനെ വളരെയധികം പ്രഹരിച്ച് പൗലോസിനെയും സീലാസിനെയും കാരാഗൃഹത്തിൻ്റെ ഉള്ളറയിലേക്ക് ഇടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, അർദ്ധരാത്രിയുടെ അടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുന്നു. 26-ാം വചനം പറയുന്നു, പെട്ടെന്ന് ഒരു ഭൂകമ്പമുണ്ടായി. ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്, ദൈവത്തിൻ്റെ ഇടപെടലാണ്. ഏത് രൂപത്തിലും നമ്മുടെ ജീവിതങ്ങളെ സന്ദർശിക്കുവാൻ കർത്താവിന് കഴിയും. ഇവിടെ ഭൂകമ്പത്തിന്റെ രൂപത്തിൽ ദൈവശക്തി ആ കാരാഗൃഹത്തിലേക്ക് ഇറങ്ങുകയാണ്. കാരാഗൃഹത്തിന് അടിത്തറ കുലുങ്ങി, അവരെ ബന്ധിച്ച ചങ്ങലകൾ അഴിഞ്ഞു വീണു, അവരുടെ മുൻപിൽ അടഞ്ഞു കിടന്ന വാതിലുകൾ തുറക്കപ്പെട്ടു. 16-ാം അധ്യായം 27-ാം വചനം പറയുന്നു,
തടവുകാരൊക്കെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് ആ ജയിൽ വാർഡൻ, കാരാഗൃഹ പ്രമാണി, അവൻ വാളെടുത്ത് ആത്മഹത്യക്ക് ഒരുങ്ങുകയാണ്. ഇനി താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. തൻ്റെ അധികാരികൾ വിവരം അറിഞ്ഞാൽ തന്നെ കൊന്നുകളയും. അവർ തന്നെ കൊല്ലുന്നതിനേക്കാൾ മുൻപ് സ്വയം മരിക്കാമെന്ന് ചിന്തിച്ച് അവൻ വാളൂരി ആത്മഹത്യക്ക് ഒരുങ്ങുന്നു. എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ ജയിൽ വാർഡനോടും അവൻ്റെ കുടുംബത്തോടും കർത്താവിൻ്റെ കാരുണ്യം വെളിപ്പെടുകയാണ്. ആ കുടുംബം നഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് അനുവദിക്കുന്നില്ല. ആ കുടുംബത്തിലൂടെ ആ പ്രദേശത്ത്, യൂറോപ്പിന്റെ മണ്ണിൽ കർത്താവിൻ്റെ രാജ്യം വളരുവാനും കർത്താവിൻ്റെ സഭ സ്ഥാപിതമാകുവാനും ദൈവരാജ്യത്തിന് ശുശ്രൂഷകൾ പ്രബലപ്പെടുവാനും സ്വർഗം ആഗ്രഹിക്കുകയാണ്. ഇതൊരു തെരഞ്ഞെടുപ്പാണ് സഹോദരങ്ങളെ. ഇത് സംഭവിക്കണമെങ്കിൽ ഈ ജയിൽ വാർഡന്റെ ജീവിതത്തിൽ തന്നെ ആർക്കും സഹായിക്കാൻ കഴിയാത്ത വിധം, പ്രതീക്ഷയ്ക്ക് യാതൊരു വകയില്ലാത്ത വിധം താൻ പ്രതിസന്ധിയിലും തകർച്ചയിലും ആർക്കും തന്നെ സപ്പോർട്ട് ചെയ്യുവാനോ ഹെൽപ്പ് ചെയ്യാനോ പറ്റാത്ത വിധം താൻ ഞെരുക്കത്തിലാകുക എന്നുള്ളത് കർത്താവിൻ്റെ പദ്ധതിയാണ്. എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഈ ജയിൽ വാർഡന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കി, വളരെ ഹെൽപ്ലെസ് ആയൊരു സിറ്റുവേഷൻ. എല്ലാ തടവുകാരും രക്ഷപ്പെട്ടു എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈ ഒരു നിസ്സഹായ അവസ്ഥയിൽ, ഈ തകർന്നൊരവസ്ഥയിൽ എന്നെ സഹായിക്കാൻ ആർക്കും പറ്റുകയില്ല. ഹെൽപ്ലെസ് ആയൊരു സിറ്റുവേഷൻ കർത്താവ് അവന്റെ ജീവിതത്തിൽ അനുവദിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഹെൽപ്ലെസ് ആയി ആർക്കും നമ്മെ സഹായിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ചില സാഹചര്യങ്ങൾ, ചില വേദനകൾ, തകർച്ചകൾ, പരാജയങ്ങൾ ദൈവമായ കർത്താവ് അനുവദിക്കും. നമ്മൾ നശിക്കാനല്ല, നമ്മൾ തകർന്നു പോകാനല്ല, നമ്മൾ അതിലൂടെ തീർന്നു പോകാനല്ല, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മുടെ നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബം കർത്താവിനെ കണ്ടുമുട്ടി അവിടുത്തെ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുവാൻ വേണ്ടി. സഹോദരങ്ങളെ, കൊടിയ തകർച്ചകളും സഹനങ്ങളും ദുരിതങ്ങളും കർത്താവ് അനുവദിച്ചേക്കാം. ഈ ജയിൽ വാർഡന്റെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? തകർച്ചകളിലുള്ള ദൈവ പദ്ധതിയാണ്. ആർക്കും സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥ. രണ്ടാമത് എന്താ? ഹോപ്പ്ലെസ് ആയ സിറ്റുവേഷൻ. പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല. ഇനി എന്തിനാ പ്രതീക്ഷിക്കുന്നത്? എല്ലാ തടവുകാർ രക്ഷപ്പെട്ടു. താൻ അധികം താമസിയാതെ കൊല്ലപ്പെടും. അധികാരികൾ തന്നെ വധിച്ചു കളയും. തൻ്റെ കുടുംബത്തെ നശിപ്പിക്കും. താൻ ഇതിനെല്ലാം സമാധാനം പറയണം. പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല. അവന് മനസ്സിലായി ആത്മഹത്യ മാത്രമേ വഴിയുള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു കൊടിയ തകർച്ചയിലേക്ക് ഈ ജയിൽ വാർഡനെ, അവൻ്റെ കുടുംബത്തെ കർത്താവ് എത്തിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കുന്ന ചില രോഗങ്ങളാകാം, പെട്ടെന്നുണ്ടായ ചില രോഗപീഠകൾ, ചില വേർപാടുകൾ, ആപത്തുകൾ, അപകടങ്ങൾ, പ്രതീക്ഷിക്കാ സമയത്തുണ്ടാകുന്ന ചില തകർച്ചകൾ, ദുരന്തങ്ങൾ, ദുരിതങ്ങൾ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കും നമ്മൾ തീർന്നു, പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല, ആർക്കും എന്നെ സഹായിക്കാൻ പറ്റത്തില്ല, ഞാൻ അവസാനിച്ചു, എൻ്റെ കുടുംബം തീർന്നു. ഇല്ല സഹോദരങ്ങളെ, കർത്താവ് പ്രവർത്തിക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി, അടുത്ത സെക്കൻഡിൽ എന്താ ഉണ്ടായത്? പൗലോസിനെ വിളിച്ചു പറഞ്ഞു, സഹോദര, നീ സാഹസം കാണിക്കരുത്, നീ അവിവേകം കാണിക്കരുത്. ഞങ്ങൾ ആരും രക്ഷപ്പെട്ടിട്ടില്ല, എല്ലാവരും ഇവിടെ തന്നെയുണ്ട്, എല്ലാ തടവുകാരും ഇവിടെയുണ്ട്. 29-ാം വചനം പറയുന്നു, അവൻ പേടിച്ചു വിറച്ച് പൗലോസിന്റെ കാൽക്കൽ വീട് ചോദിച്ചു, യജമാന്മാരെ, മാസ്റ്റേഴ്സ്, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവന് മനസ്സിലായി പൗലോസിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. പൗലോസ്ലീഹായുടെ ദൈവം അവൻ മാത്രമാണ് ഏക സത്യ ദൈവം. അവൻ മാത്രമാണ് ജീവിക്കുന്ന കർത്താവ്. രക്ഷപ്പെടാനുള്ള 100 വഴികളുണ്ടായിരുന്നു, പക്ഷെ രക്ഷപ്പെട്ടില്ല. ഈ ജയിൽ വാർഡന് മനസ്സിലായി എത്ര ക്വാളിറ്റിയുള്ള മനുഷ്യൻ, ഇവൻ വിശ്വസിക്കുന്ന, ഇവൻ ആരാധിക്കുന്ന ഇവന്റെ ദൈവമാണ് ഏക സത്യ ദൈവമെന്ന ജയിൽ വാർഡൻ തിരിച്ചറിയാം. രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? പൗലോസ് പറഞ്ഞു, സഹോദര, 31-ാമത്തെ വചനം,
കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബ രക്ഷ പ്രാപിക്കും. നമ്മൾ മനസ്സിലാക്കണം. പത്രോസിലെ പറയുന്നുണ്ട്, താൻ എഴുതിയ 2 ലേഖനം 3:9, ആരും നശിച്ചു പോകാതെ സകല മനുഷ്യരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നതുള്ളൂ. നമ്മുടെ ആരുടെയും ആത്മനാശം കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ആരും നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ നശിച്ചു പോകുവാൻ ഒരു നാളും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 3:14 പറയുന്നു, അവരിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ സകല നിത്യജീവനം പ്രാപിക്കാൻ തക്കവിധം ദൈവപിതാവ് അത്രമാത്രം തന്റെ ഏകജാതനായ യേശുവിനെ നമുക്ക് നൽകാൻ നമ്മെ സ്നേഹിച്ചുവെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ആർക്കും സഹായിക്കാൻ പറ്റാത്ത, പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ലാത്ത സാഹചര്യത്തിൽ അവരെ കൊണ്ടെത്തിക്കുകയാണ്. ഒരു ടോട്ടൽ സറണ്ടറിങ്, പൂർണ്ണമായ സമർപ്പണത്തിനായി കർത്താവ് അവനെ ഒരുക്കുകയാണ്. 32-ാം വചനം പറയുന്നു, അവനും കുടുംബവും കർത്താവായ യേശുവിൽ വിശ്വസിച്ചു. അവൻ കുടുംബമായി ജ്ഞാനസ്നാനം സ്വീകരിച്ച് കർത്താവിൻ്റെ സഭയിൽ അംഗങ്ങളായി. കർത്താവിൻ്റെ സഭയോട് ചേർക്കപ്പെട്ടു. ജയിൽ വാർഡനും അവിശ്വാസിയായ അജ്ഞനായ ആ ജയിൽ വാർഡനും അവൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമെല്ലാം കർത്താവിനെ കണ്ടുമുട്ടുവാൻ, ആ രക്ഷാകരമായ അനുഭവത്തിലേക്ക് വരുവാൻ, നിത്യജീവൻ തന്നെയായ യേശുവിനെ സ്വന്തമാക്കുവാൻ ദൈവം ആ കുടുംബത്തോട് കരുണ കാണിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ തകർച്ച അവൻ അനുഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അവൻ ഗർഭിഷ്ഠനും അഹങ്കാരിയും സ്വാർത്ഥനുമായി അവൻ തന്നിഷ്ടം പോലെ ജീവിക്കുമായിരുന്നു. എന്നാൽ ആ കൊടിയ തകർച്ചയിലൂടെ, ആ ദുരിതത്തിലൂടെ അവൻ്റെ കുടുംബത്തെയും കർത്താവ് നേടുകയാണ്. 34-ാം വചനം പറയുന്നു, ദൈവമായ കർത്താവിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബവും അത്യന്തം ആനന്ദിച്ചു. മരണവീടായി മാറേണ്ട ആ കുടുംബം ആനന്ദത്തിന്റെ ഭവനമായി. ആ രാത്രിയിൽ നിലവിളി ഉയരേണ്ട, മുറവിളി ഉയരേണ്ട കുടുംബത്തിൽ ആനന്ദത്തിന്റെ ആർപ്പിടലുകൾ, ആനന്ദത്തിന്റെ ജയഘോഷങ്ങൾ ഉയരുകയാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ട് ഈ മാറ്റം സംഭവിച്ചേ? ആ കുടുംബത്തിൽ കർത്താവ് വന്നു. കർത്താവ് യേശുവിന്റെ രക്ഷ വന്നു. ആ കുടുംബം വീണ്ടെടുക്കപ്പെട്ടു. ആ കുടുംബത്തെ രക്ഷിക്കുവാൻ, നേടുവാൻ കൊടിയ തകർച്ച കർത്താവ് അനുവദിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പലവിധ തകർച്ചകൾ, രോഗങ്ങൾ, പ്രതിസന്ധികൾ, പരാജയങ്ങൾ, വേദനകൾ, സഹോദരങ്ങളെ, നമ്മുടെ നാശത്തിനല്ല, നമ്മൾ ഇല്ലാതായി പോകാനല്ല, നമ്മൾ തകർന്ന് നാമവിശേഷമായി മാറാനല്ല, നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ, നമുക്ക് നിത്യജീവന്റെ അനുഭവം തരുവാൻ, നമ്മെ ഉയർത്തുവാൻ കർത്താവ് അനുവദിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ചില പ്രവൃത്തികളാണ്. ദാവീദ് അതാ പറഞ്ഞു, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, ദുരന്തങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ, ഞാൻ അങ്ങയുടെ വചനം അറിഞ്ഞുവല്ലോ, ഞാൻ അങ്ങയുടെ സ്നേഹത്തെ അനുഭവിച്ചല്ലോ. സഹോദരങ്ങളെ, ഈ വചനങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് തകർച്ചകളിലുള്ള ദൈവ പദ്ധതി തിരിച്ചറിഞ്ഞ് മനം തുറന്ന് നമ്മുടെ പ്രതിസന്ധികളിൽ, വേദനകളിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മെ വിമോചിപ്പിക്കുന്ന, നമ്മെ വീണ്ടെടുക്കുന്ന അവിടുത്തെ അത്ഭുത ശക്തിയാൽ നമ്മളെല്ലാം നിറയപ്പെടുവാം. കർത്താവ് നമ്മുടെ കരുണ കാണിക്കും. നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായി ഏൽപ്പിച്ചു കൊടുക്കാം. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ